യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പോയിട്ട് MBBS പഠിച്ചാലോ? അതെ, ജോർജിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ ഇയർലി വെറും $6500 ട്യൂഷൻ ഫീസ് അടച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് MBBS പഠിക്കാനായിട്ട് സാധിക്കും. അപ്പാർട്ട് ഫ്രം ദ ട്യൂഷൻ ഫീസ് നമ്മുടെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ലിവിംഗ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജോർജിയയിൽ മന്ത്ലി നമുക്ക് ലിവ് ചെയ്യണമെങ്കിൽ $300 മുതൽ $350 വരെയാണ് വേണ്ടത്. അതായത് ഏകദേശം എന്താണ് ഒരു $18,000 നമ്മുടെ ലിവിംഗ് കോസ്റ്റ് ആയിട്ട് വേണ്ടി വരും. സോ $39,000 പ്ലസ് $18,000 എന്ന് പറയുമ്പോൾ ടോട്ടൽ ആയിട്ട് അറൗണ്ട് ഒരു $57,000 ഉണ്ട് എങ്കിൽ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റലിലെ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഇരിക്കുന്നത് ജോർജിയയിലായതുകൊണ്ട് തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECTS സിസ്റ്റമാണ്. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കൽസും അത് കൂടാണ്ട് നമ്മുടെ പ്രാക്ടിക്കൽസും എന്താണ് ഒരുമിച്ചായിരിക്കും നമ്മുടെ ഒരു കോഴ്സിനോടൊപ്പം പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ വളരെ വളരെ നല്ലതായിരിക്കും. ECTS സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല കേട്ടോ. നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 6 വർഷമാണ്. ഒരു വർഷത്തിൽ 60 ക്രെഡിറ്റ്സ് വെച്ച് ടോട്ടൽ 360 ക്രെഡിറ്റ്സ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സിസ്റ്റത്തിനാണ് ECTS സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി റിഗാർഡിംഗ് ട്രാവലിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ജോർജിയയിലോട്ട് ഫ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് മെയിൻലി 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് വയ ഡൽഹി വരാനായിട്ട് സാധിക്കും. ഡൽഹിയിൽ നിന്ന് നമുക്ക് ടിബിലിസിക്ക് എന്തുണ്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസ് വഴി ട്രാവൽ ചെയ്യാവുന്നതാണ്. അതായത് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഗൾഫ് കൺട്രി വരിക, അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ടിബിലിസിയിലോട്ട് വരാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഇതിൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുത്താലും നമ്മുടെ ഒരു ടോട്ടൽ ട്രാവലിംഗ് അവേഴ്സ് വരുമ്പോൾ അറൗണ്ട് ഒരു 8 to 9 hours ആണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ട്രാവലിംഗ് അവേഴ്സ് വരുന്നത്. ഇനി ട്രാവൽ കോസ്റ്റ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് ഒരു 25 മുതൽ 30,000 രൂപ വരെ എന്തുണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, 1 way ടിക്കറ്റ് അവൈലബിൾ ആണ്. പിന്നെ സ്റ്റുഡൻസിന് വരുന്ന അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്, ദെൻ നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, അത് കൂടാണ്ട് എന്താണ് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ടെമ്പററി റെസിഡൻസ് കാർഡ് അതായത് TRC എങ്ങനെയാണ് എടുക്കുന്നത്, വിസ എക്സ്റ്റൻഷൻ എങ്ങനെ ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. സോ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ലെറ്ററിന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നതാണ്. അഡ്മിഷൻ ലെറ്ററിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇൻവിറ്റേഷൻ വന്ന് വിസ അപ്പോയിന്റ്മെന്റ് എടുത്ത് ദെൻ എന്ത് ചെയ്തു നമ്മൾ വിസ സബ്മിഷൻ ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് എന്തുണ്ടാവും? നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും. അതിനുശേഷം വൺസ് നിങ്ങളുടെ റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ് മുതൽ അത് കഴിഞ്ഞിട്ട് എന്താണ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള രജിസ്ട്രേഷൻ, ദെൻ എന്താണ് നിങ്ങളുടെ ഹോസ്റ്റൽ അലോട്ട്മെന്റ്, ദെൻ നിങ്ങളുടെ TRC രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡൗട്ട്സും പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫുൾ ടൈം സ്റ്റാഫ് നമുക്ക് ടിബിലിസിയിൽ തന്നെ അവൈലബിൾ ആണ്. സോ കറന്റ് നിങ്ങൾ +2 എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? നീറ്റിന്റെ എക്സാമിനേഷനൊക്കെ എഴുതി വെയിറ്റ് ചെയ്യുകയാണ്. MBBS എടുത്ത് പഠിക്കണം, നല്ലൊരു യൂണിവേഴ്സിറ്റി വേണം, അത് ജോർജിയയിൽ തന്നെ ആകണം എന്നൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. സോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.